ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത് വെയിൽ ഷാർക്കിനെ കുറിച്ചാണ്, അഥവാ ബ്ലൂ വെയിൽ ഷാർക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. പൊതുവെ നിരുപദ്രവകാരിയായ ഒരു ഷാർക്കാണ് ബ്ലൂ വെയിൽ ഷാർക്ക്. ബ്ലൂ വെയിൽ ഷാർക്കിൻ്റെ പ്രത്യേകത എന്തെന്ന് വയ്ക്കുവാണെങ്കിൽ അതിൻ്റെ ലാർജ് ഫ്ലാറ്റ് മൗത്താണ്. ലാർജ് ഫ്ലാറ്റ് മൗത്ത് ഉപയോഗിച്ച് ഇത് ഗാലൻസ് ഓഫ് വെള്ളം കുടിക്കുന്നു. ഈ വെള്ളത്തോടൊപ്പം ഉള്ളിലേക്ക് ചെല്ലുന്ന ചെറിയ ജീവജാലങ്ങൾ, മത്സ്യങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിൻ്റെ ഗിൽസ് ഉപയോഗിച്ച് അവ ബ്ലോക്ക് ചെയ്യുന്നു. അതുപോലെ കുടിക്കുന്ന വെള്ളത്തെ അവ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബ്ലൂ വെയിൽ ഷാർക്ക് ഭക്ഷണം ഉപയോഗിക്കുന്നത്. ബ്ലൂ വെയിൽ ഷാർക്ക് ലാർജ് സൈസാണെങ്കിലും നിരുപദ്രവകാരിയായ ഒരു ജീവിയാണ്, ഒരു ഷാർക്കാണ്. സ്റ്റഡീസ് പ്രകാരം ചില ബ്ലൂ വെയിൽ ഷാർക്കുകൾ 18 മീറ്ററോളം നീളം വയ്ക്കുമെന്ന് കാണുന്നു. അതോടൊപ്പം തന്നെ 2000 കിലോയോളം തൂക്കം വയ്ക്കുമെന്നും സ്റ്റഡീസിൽ കാണുന്നു ബ്ലൂ വെയിൽ ഷാർക്കുകൾ. ബ്ലൂ വെയിൽ ഷാർക്ക് തന്നെ ഒരു മിസ്നോമറാണ്. നമുക്കറിയാം, മാമൽസ് ഗ്രൂപ്പിൽപ്പെടുന്നതാണ് വെയിൽസ്, തിമിംഗലങ്ങൾ. എന്തുകൊണ്ടെന്നാൽ അവ കുട്ടികളെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്യുന്നു. പക്ഷേ ഷാർക്കുകളെ സംബന്ധിച്ചിടത്തോളം അവ ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷനാണ് അവയിൽ സംഭവിക്കുന്നത്. മുട്ടയിടുകയും കുട്ടികൾ പൂർണ്ണ രൂപരാകുകയും ചെയ്യുമ്പോൾ അവ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വരികയും അതോടൊപ്പം തന്നെ ജലത്തിൽ വിഹരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ബ്ലൂ വെയിൽ ഷാർക്ക് എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മാസീവ് സൈസ് മൂലമാണ് ഇതിനെ ബ്ലൂ വെയിൽ ഷാർക്ക് എന്ന് പറയുന്നത്. ഈ ബ്ലൂ വെയിൽ എന്നുള്ളത് ഇതിലൊരു മിസ്നോമറാണ്, അഥവാ വെയിൽ ഷാർക്ക് എന്ന് പറയുന്നത് ഒരു മിസ്നോമറാണ്. ബ്ലൂ വെയിൽ ഷാർക്കിൻ്റെ അഥവാ വെയിൽ ഷാർക്കിൻ്റെ കുഞ്ഞുങ്ങളെ പലപ്പോഴും മറ്റുള്ള പ്രിഡേറ്റേഴ്സ് ആക്രമിക്കുകയും ഭക്ഷ്യയോഗ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ബ്ലൂ വെയിൽ ഷാർക്ക് പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ 12 തൊട്ട് 18 മീറ്റർ വരെ നീളമെത്തുന്നവയാണ്. അതിനാൽ തന്നെ ഇതൊരു എപ്പെക്സ് പ്രിഡേറ്ററാണ്. മറ്റുള്ള മീനുകൾ അഥവാ ജീവജാലങ്ങൾ ഇതിനെ ആക്രമിക്കുകയോ ഭക്ഷ്യയോഗ്യമാക്കാനോ ശ്രമിക്കുന്നില്ല. ബ്ലൂ വെയിൽ ഷാർക്കുകൾ വിദേശ രാജ്യങ്ങളിൽ ചില അക്വേറിയത്തിലും വളർത്തുന്നുണ്ട്. പക്ഷേ ഇവയ്ക്ക് വേണ്ട ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ്, ഇവയുടെ ലാർജ് സൈസ് തുടങ്ങിയവയൊക്കെ അതിന് തടസ്സമാവുകയും ചെയ്യുന്നുണ്ട്. ബ്ലൂ വെയിൽ ഷാർക്കിൻ്റെ പോപ്പുലേഷൻ പൊതുവെ കുറഞ്ഞു വരികയാണെന്ന് അഭിപ്രായപ്പെടുന്നു. കാരണം സമുദ്രതലങ്ങളിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ പലപ്പോഴും ഇവയുടെ ജീവന് ഹാനികരമാകാറുണ്ട്. ഇവ ഭക്ഷ്യത്തോടൊപ്പം തന്നെ ഈ മലിനീകരണ വസ്തുക്കളും പലപ്പോഴും ഇവയുടെ വായിൽ തടയപ്പെടുകയും ഗിൽസ് ഒബ്സ്ട്രക്ഷൻ തുടങ്ങിയവ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ബ്ലൂ വെയിൽ ഷാർക്കിനെ കുറിച്ചുള്ള പഠനങ്ങൾ ഇപ്പോഴും ശാസ്ത്രലോകം കൗതുകത്തോടെ നോക്കിക്കണ്ടുകൊണ്ടിരിക്കുകയാണ്.